ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഷാർജയിൽ നിന്ന് ചേച്ചിയും അളിയനും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 ദിവസം മുന്നെയാണ് അവർ വന്നത്. കാരണം ചേച്ചിയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അവർ തിരികെ പോകാനുള്ള ഒരുക്കത്തിലാണ്. വണ്ടിയിൽ ലഗേജ് എല്ലാം വെക്കുന്നുണ്ട്. ടാക്സി കൊട്ടിയത്തു നിന്നാണ് അറേഞ്ച് ചെയ്തത്. കൊട്ടിയത്താണ് ചേച്ചിയും അളിയനും താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞമ്മേരെ വീട്ടിലേക്ക് വന്നു. കുഞ്ഞമ്മേരെ വീട്ടിലായിരുന്നു ഒരു 2 ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ കടയ്ക്കലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ലഗേജ് എല്ലാം എടുത്ത് തിരികെ വണ്ടിയിലേക്ക് അളിയനെല്ലാം വെക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു 4 പേര് മിസ്സിംഗ് ആണ്. എൻ്റെ വൈഫും ചേച്ചിയും അളിയനും ചേച്ചിയുടെ മകനും. കാര്യം അവർ വീട്ടിലാണുള്ളത്, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ തിരികെ ഇവർ ഒരുപാട് ടൈമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു 10 ദിവസമല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി 3 ദിവസം കൂടെ കഴിയുമ്പോൾ ഇവർ തിരികെ പോകും. അപ്പോൾ അങ്ങനെ അവർ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. അമ്മയും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എൻ്റെ മൂത്ത സഹോദരിയുടെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ വണ്ടി കയറി 2 പേരും കൂടി തിരികെ ഇറങ്ങി വന്നു. അവർക്കൊരു സെൽഫി എൻ്റെ കൂടെ എടുത്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ സെൽഫിയൊക്കെ എടുത്തിട്ട് തിരികെ അവർ വണ്ടിയിലേക്ക് വീണ്ടും കയറി. അപ്പോൾ നമുക്കിനി അടുത്ത വരവിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അടിച്ച് പൊളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീത ഇങ്ങനെ കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ പോയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. എല്ലാ ലഗേജൊക്കെ വെച്ചു. അപ്പോൾ പാച്ചു കൈ കാണിക്കുന്നുണ്ട്. പാച്ചു കൊണ്ട് പുറകിൽ കേശുണ്ട്, വള്ളിക്കുട്ടിയുണ്ട്. കൊച്ചുങ്ങളെല്ലാം വിഷമത്തിലാണ്, വിഷമത്തിലിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാലും വിഷമത്തിലാണ് പോകുന്നത്. 10 ദിവസമല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ അവർ വണ്ടിയിൽ കയറി, വണ്ടി എടുത്തു. എനിക്കും ഇനി ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് തിരികെ പോകണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്.